ഏത് നിമിഷവും നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാം. മറുനാടൻ മലയാളി ചാനൽ ഓഫീസിലേക്ക് വരാം. ഏത് സെക്കൻഡും വരാം, ഏത് വേളയിലും വരാം. ഇതാണ് മറുനാടൻ ടി വിയിലെ മറുനാടൻ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബോബി ചെമ്മണ്ണൂർ വെല്ലുവിളിച്ചതിന് പുള്ളി മറുപടി തന്നാണ്. പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി ഓഗസ്റ്റ് നിങ്ങൾ ഓഫീസിലേക്ക് വന്നോളൂ. ഞാൻ ഓഫീസിലേക്ക് വരും എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി തന്നാണ് നമ്മുടെ ഷാജൻ. നമ്മുടെ ഷാജൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ ഫുള്ള് തട്ടിപ്പാണ്. ഈ മറ്റേ ബോച്ചെ ടീ, ബോബി ചെമ്മണ്ണൂർ ചായ, അതാണ് ബോച്ചെ ടീ. അതിനെ ചുരുക്കിയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്ന എല്ലാ പരിപാടിയും തരികയാണ്. ഇയാൾ കാശ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടികൾ ചെയ്യുന്നതാണ് എന്നാണ് നമ്മുടെ ഷാജൻ പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു നന്മമരമാണ്, ഞാൻ എന്നെപ്പോലെ ഒരു നല്ലവനില്ല അങ്ങനെ പറയാറില്ല. എന്നാലും പുള്ളിയുടെ ആക്ഷൻസൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ അടുത്ത് 34 കോടി രൂപ സംഘടിപ്പിക്കാൻ ഒരു മെയിനായിട്ടുള്ള ഒരു ഘടകമായിരുന്നു പുള്ളി. നമ്മുടെ ഒരു പ്രവാസി മലയാളിയെ സൗദി ജയിലിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുള്ളി ചെയ്യാറുണ്ട്. പക്ഷേ 34 കോടി രൂപ ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വളരെ ദയനീയമായ അവസ്ഥയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 34 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ 34 ആൾക്കാരെ സഹായിക്കായിരുന്നു. നമ്മുടെ നാട്ടിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന ആൾക്കാരെ ഒന്നും ഇയാൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇയാൾ അത്രയ്ക്കും നല്ലവനായിരുന്നെങ്കിൽ അവരെയൊക്കെ പോയി സഹായിച്ചൂടെ എന്നാണ് വെളിയിൽ പലരും ഈ 34 കോടിയുടെ കാര്യം കണ്ടപ്പോൾ വർത്തമാനം പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും അത് പുള്ളി ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്ത പോലെയാണ് എനിക്കും തോന്നിയത്. ഒരുപാട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് സംഘടിപ്പിച്ചത് അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു പരസ്യവും ഒരു മാർക്കറ്റ് പ്രസൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നാണ് വെളിയിൽ നമ്മുടെ നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇയാളും പറയുന്നത്, നമ്മുടെ ഷാജനും പറയുന്നത് ഇത് തന്നെയാണ്. ഇയാൾ ചുമ്മാതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ ഇയാൾ വലിയ നല്ലവനൊന്നും അല്ല എന്നാണ് ഷാജൻ പറയുന്നത് ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ച്. ബോബി ചെമ്മണ്ണൂറും ഈ ഷാജൻ സക്രിയയും തമ്മിൽ ആകെ കൂടെ ഒരു ക്ലാഷാണ്. ഈ വരുന്ന 5-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി ബോബി ചെമ്മണ്ണൂറിന് പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ നിനക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റുമോടാ എന്നും പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഇയാളുടെ ഓഫീസിൽ പോയിരിക്കും. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷാജൻ്റെ ഭാര്യയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ചേട്ടനെക്കുറിച്ചും സഹോദരനെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും. അവരൊക്കെ കുറേ തട്ടിപ്പുമൊക്കെ കാണിക്കുന്ന ആൾക്കാരാണ് എന്നാണ് ബോബി പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പോയി ചോദിക്കും. അയാൾ കുറേ ഉൾട്ട ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. ഇയാൾ ബോബി ചെമ്മണ്ണൂർ പണി കിട്ടി വീട്ടിൽ വന്നിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന് മുമ്പേ ഇവർ തമ്മിൽ ഭയങ്കര ഡീലിങ്സ് ഒക്കെ നടത്തി. ഷാജൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ ബോബി ചെമ്മണ്ണൂറിൻ്റെ മുന്നിൽ ഇങ്ങനെ മുട്ടുമടക്കി നിൽക്കുന്ന കാണാം. ബോബി മുട്ടുകുത്തിച്ചു, ബോബി ഇയാളെ തറ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ അടിച്ചിറക്കും. പക്ഷേ സത്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഡീലിങ്സാണ്. എന്നാണേലും ഷാജൻ സക്രിയ അങ്ങനത്തെ പരിപാടികൾ കാണിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതൊരു പണിയാണ്. ഇതിപ്പോൾ ഇയാൾ ഒരു ക്യാമറ മുന്നിൽ വെച്ചിട്ട് സൈഡിലോട്ട് നോക്കി വർത്തമാനം പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ഇടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കത് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഈ മറുനാടൻ മലയാളിയിലെ ഈ ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് ഒരുപാട് റീച്ചുണ്ട്, ആ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ കാണാറുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് ഇയാൾ പ്രതികരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്താണെങ്കിലും വെളുക്കാൻ തേച്ചത് പാണ്ടാവാതിരിക്കട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ചായ ഇഷ്യൂ എന്തായിത്തീരുമെന്ന് നമുക്ക് ഈ 5-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി കാണാം. അല്ലെങ്കിൽ ഇവർ മീറ്റ് ചെയ്യാതെ പോവുമോ, അങ്ങനെ സംഭവിക്കാം. എന്തും സംഭവിക്കാം ഇവരുടെ കാര്യത്തിൽ.